ഹലോ ചങ്ങായിമാരെ, രണ്ട് കാര്യങ്ങൾ, ഒരു ഗുഡ് ന്യൂസും ഒരു ബാഡ് ന്യൂസും. കുമ്പാദ്യമായിട്ടുള്ള ലാസ് വേഗാസിലെ മീറ്റിംഗിലെ ഗുഡ് ന്യൂസ് എന്തെന്നാൽ ഈ സർവൈവേഴ്സിനെ ഒന്നും അവരുടെ സ്റ്റെം സെല്ലില്ലാതെ വൺ മൈൻഡിലേക്ക് ട്രാൻസ്ഫോം ആക്കാൻ പറ്റില്ല. സർവോപരി ഓരോരുത്തരുടെയും പെർമിഷനും അത്യാവശ്യമായും വേണം. കേരളം എന്തായാലും ജീവൻ പോയാൽ പോലും സ്റ്റെം സെല്ലെടുത്ത് ട്രാൻസ്ഫോം ആകാൻ നിന്ന് കൊടുക്കില്ലെന്നുള്ള ദൃഢനിശ്ചയത്തിലാണുള്ളത്. പിന്നെ ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഴുത്തുകാരിക്ക് കിട്ടിയ ഒരു അടിയാണ് തന്നെ സർവൈവേഴ്സ് എല്ലാം ചേർന്ന് ഒറ്റപ്പെടുത്തിയെന്നറിഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം എക്സെപ്റ്റ് മാരിസോസ് മിക്കപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കാറുണ്ടെന്നും ചർച്ച നടത്താറുണ്ടെന്നും മനസ്സിലാക്കി. അപ്പോൾ കരോളിനി ഇവിടെ ഇൻഫെക്റ്റഡ് ആയവർ, ഇൻഫെക്റ്റഡ് ആവാത്തവർ എന്നൊരു വകഭേദം ഇനി നോക്കേണ്ടതില്ല. ഈ ഭൂഗോളത്തിനുള്ളിൽ അവരൊറ്റയ്ക്ക് തന്നെ. സങ്കടത്തിലുപരി ദേഷ്യമാണ്, വിരസത. തിരികെ കരോളിൻ്റെ ആൽബർക്കുർക്കിയിലേക്കുള്ള മടങ്ങി വരവ് നോക്കുമ്പോഴും ഒരു നിഷേധാത്മക ഭാവത്തോടെയാണ് അവരുടെ യാത്ര. ഫ്രസ്ട്രേഷൻ്റെ പീക്ക് ലെവൽ. വരുമ്പഴി കാണുന്ന ഒരു പമ്പിൽ കയറി എന്തെങ്കിലും കുടിക്കാനായിട്ട് അവിടെയുള്ള സ്റ്റോറിൽ കയറി ഫോണിലായി വൺ മൈൻഡെ വിളിച്ച് ആദ്യം തന്നെ അവിടെ കറണ്ട് വരുത്താൻ പറയുന്നു. ഇവിടെ ഏറ്റവും വലിയൊരു തലവേദന അവറ്റകളെ ഫോൺ വിളിക്കുമ്പോൾ വരുന്ന ആ ഒരു ഓട്ടോമേറ്റഡ് റെക്കോർഡിംഗ് ആണ്. ഹായ് കരോൾ, ഞങ്ങൾക്ക് സ്പേസ് വേണം, എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ക്ഷമയെ ചോദ്യം ചെയ്യുന്ന നീണ്ട ഒരു വോയിസ് മെയിൽ. പക്ഷെ അതൊന്നും കരോളിന് ഇപ്പോൾ പ്രശ്നമേ അല്ല. അവൾ ഡബിൾ ഹാപ്പിയാണ്. കുരുപൊട്ടി നിൽക്കുന്ന കാര്യത്തിൽ കംപ്ലീറ്റ് അതിൻ്റെ ഹാപ്പി. അങ്ങനെ സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന കുറേ പടക്കവും പൂത്തിരിയും മത്താപ്പൂവും എലിവാണവും ഫയർവർക്സ് ബോക്സും ഒക്കെ നേരെ കാറിൻ്റെ ഡിക്കിലെടുത്തു വെച്ച ശേഷം ഡ്രിങ്ക്സ് അവിടെ കാണഞ്ഞതുകൊണ്ട് വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഒരു ഡ്രോണിലായി കൊണ്ടെത്തിച്ചു കൊടുക്കുന്നു. അതുമെടുത്ത് കുടിച്ച് തിരികെ വീട്ടിലേക്കെത്തി 12ാം ദിവസത്തിന് തിരശ്ശീല വീഴാൻ പോകുമ്പോൾ ചുമ്മാ ഒരാഘോഷം. മത്താപ്പൂ കത്തിച്ചും ബീറടിച്ചും പാടിയുമൊക്കെ ഉള്ളു കിടന്നങ്ങനെ എരിയാണ്. പക്ഷേ കുറേ ചെന്നായ്ക്കളുടെ ഒരിടൽ കേട്ട് അതുമേറ്റി പിടിച്ച് പിന്നീട് അങ്ങോട്ട് കാണുന്നത് കേരളയുടെ ഓരോ നേരം പോക്കുകൾ. ഗോൾഫ് ക്ലബ്ബിൽ പോയി കുറേ സ്ട്രെച്ച് നടത്തിയും വിജനമായതോടെ കടന്നു കയറിയ മുയലിൻ്റെയും കാട്ടുപോത്തിൻ്റെയൊക്കെ ഇടയിലൂടെ മൈതാനിയിൽ പാട്ടും പാടി സഞ്ചരിച്ച് തിരികെ പോലീസ് വണ്ടിയിലെത്തുമ്പോഴാണ് സ്റ്റാർട്ടിംഗ് പ്രോബ്ലം. ഓടി അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നത് എന്താ, ക്ലബിന് മുന്നിലായി നിരന്നങ്ങനെ കിടക്കുവാണ് കുറേ ആഡംബര കാറുകൾ. അങ്ങ് അവിടെ കുമ്പാതി ലംബോർഗിനി കളക്ഷനൊക്കെ ആയിട്ട് ലൈഫ് അപ്പടി വാഴ്ന്നിട്ടിരിക്കുക. അപ്പോൾ പിന്നെ നമ്മളും എന്തിനു കുറയ്ക്കണം? ഏതോ ഹതഭാഗ്യവനെ സ്ത്രീധനമായി കിട്ടിയ റോൾസ് റോയ്സ് തന്നെ നോക്കി സെലക്ട് ചെയ്ത് പിന്നെ യാത്ര അതിലാണ്. മൈൻഡിൻ്റെ മെഡിറ്റേഷന് വേണ്ടി ഒരു സ്പ്രിംഗ് ബാത്തും കുറേയധികം പാട്ടുപാടക്കവും കഴിഞ്ഞ് പെയിൻറ്റിങ്ങിൽ ഫേമസ് ആയിരുന്ന കരോളുടെ ഫേവററ്റ് ജോർജിയ ഓക്കിഫ് എന്ന ആർട്ടിസ്റ്റിനെ മ്യൂസിയത്തിൽ നിന്ന് ഒരു ഒറിജിനൽ പെയിൻറ്റിങ്ങും തൂക്കി വീട്ടിൽ കൊണ്ടിട്ടിട്ട് പെട്ടെന്നൊന്നും തോന്നുവാണ് അന്നത്തെ ഡിന്നർ കുറച്ച് സ്പെഷ്യലാക്കാൻ. ഉടൻ തന്നെ വൺമേനെ വിളിച്ച് മുമ്പ് ഹെലനുമൊത്ത് ആദ്യത്തെ ആനിവേഴ്സറി ആഘോഷിച്ച അതേ ഹോട്ടൽ എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കാൻ നിർദ്ദേശിച്ച് അങ്ങനെ ഒറ്റയ്ക്കൊരു റൊമാൻറ്റിക് ഡിന്നറും ഒരു ആംബിയൻസിന് വേണ്ടി പിയാനോയിൽ നിന്ന് വരുന്ന ഓട്ടോമാറ്റിക് സംഗീതവും. ആ മ്യൂസിക്കിൻ്റെ പേരോ ഐ വിൽ സർവൈവ് എന്നും. എന്തായാലും കരോൾ ഇതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന മനസ്സാണ് ഇപ്പോഴുള്ളത്. ഇവർക്കൊരു കൂട്ട് വരാൻ പോകുന്നത് നമ്മൾ കണ്ടിരുന്നില്ലേ? ആ കൂട്ടിനടുത്തേക്ക് പോയി എന്താണെന്ന് നോക്കാം. കരോളിൻ്റെ ആ ഫസ്റ്റ് വീഡിയോ കാസറ്റ് ഇട്ട് കണ്ട് പിന്നെ ഒട്ടും സമയം കളയാതെ പരകയിൽ നിന്നിറങ്ങിയെങ്കിലും ആൽബർക്കുർക്കിയിലേക്ക് എത്തുക എന്നത് ഒരു നീണ്ട യാത്രയാണ്. അങ്ങനെ യാത്രക്കിടയ്ക്ക് വണ്ടിയുടെ എണ്ണ കാലിയായതോടെ പെട്രോൾ ക്യാനുമായിട്ട് ഏതെങ്കിലും പെട്രോൾ പമ്പോ വണ്ടികളോ കിടക്കുന്നത് നോക്കി ഒരു ഉന്മേഷക്കുറവില്ലാതെ അങ്ങനെ നടക്കുവാണ്. ഇടയ്ക്ക് നേറ്റീവ്സായ വൺ മൈൻസിൽ ഒരുവൻ വന്നിട്ട് മാനസോസിനോടായി മധുരവാക്കുകൾ പറഞ്ഞ് വണ്ടിയിൽ കയറാനും. ഇങ്ങനെ നടന്നാൽ ദാഹിച്ച് വീഴ്ത്തിയുള്ളൂ. ശരീരത്തിൽ 5% ജലാംശം നഷ്ടമായാൽ തന്നെ ബോധക്കേട്, തലവേദന, മൂത്രതീകല്ല് ഒക്കെ ഉണ്ടാവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. വണ്ടിയിൽ കൊണ്ടാക്കാം, എവിടെയോ പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ സൂചിപ്പിക്കാൻ നോക്കുന്നതിലും നോ രക്ഷ. മാനസോസ് ഉറപ്പിച്ച് തന്നെ ഈ വൺ മൈൻസുമായി ഒരു ബന്ധവും വേണ്ട. കയ്യിലാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് നേരെ പ്രയോഗിക്കാനായിട്ട് ഒരു വെട്ടുകത്തിയും സൂക്ഷിച്ചിരിപ്പുണ്ട്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സ്വന്തം അമ്മ വരെ പൂർണ്ണമായി മാറ്റിയ ഒരു വൈറസ് അല്ലേ എല്ലാവർക്കും ഉള്ളിൽ. അതുകൊണ്ട് ഇങ്ങനൊരു കരുതൽ മാനസോസിൻ്റെ ചിന്താഗതിയിൽ അത്യാവശ്യം. ഇവിടെയാണ് നമുക്ക് കരോളും മാനസോസും തമ്മിലുള്ള അന്തരം സ്പഷ്ടമാകുന്നത്. കേരളാകട്ടെ വൺ മൈൻസിനെ കൊണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഫ്ലൈറ്റും സജ്ജീകരണങ്ങളും ഒക്കെ നടത്തി കൂട്ടുമ്പോൾ പക്ഷേ ഇവിടെ ആൾ എല്ലാം ഒറ്റയ്ക്കുള്ള പരിപാടിയാണ്, ആരെയും അടുപ്പിക്കുന്നേ ഇല്ല. അതേപോലെ മാനസോസ് നല്ല അന്തസ്സുള്ളവനാണ്. കണ്ടില്ലേ, വണ്ടിയിൽ നിന്ന് പെട്രോൾ ഊറ്റിയിട്ട് അതിൻ്റെ പൈസ ആ വണ്ടിയുടെ വൈപ്പിളിലേക്ക് തന്നെ കയറ്റി വെക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ചിലർക്ക് ചിലപ്പോൾ ഇതൊരു മണ്ടത്തരമോ ഒട്ടത്തരമായിട്ട് തോന്നിയേക്കാം. എന്തായാലും ഈ ഗടി വണ്ടിയിൽ പെട്രോൾ ഒഴിച്ച് വീണ്ടും ആക്സിലേറ്റർ ചവിട്ടി സഞ്ചാരം തുടരുമ്പോൾ ഈ നടത്തിയിലെഴുത്തൊക്കെ സദാസമയം മാനസോസ് ഇംഗ്ലീഷ് വാക്കുകൾ പറയാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നാളെ കരോളിനെ കണ്ടാൽ ബബ്ബ പറയേണ്ടി വരുതല്ലോ. നല്ല കട്ടിയാണേലും കുറച്ചായി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് പോലത്തെ കാസറ്റ് വെച്ച് പഠിച്ചുകൊണ്ട് അങ്ങനെ പല തെരുവീതിയിലൂടെ പല വൺ മൈൻസിനെ കണ്ട് അവരുടെ ഗ്രീറ്റിംഗ്സ് ഒന്നും വകവയ്ക്കാതെ വണ്ടികളിൽ നിന്ന് എണ്ണയൂറ്റി പൈസ വയ്ക്കുന്നത് തുടർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് പെയ്യുന്ന മഴ ഒരു അനുഗ്രഹമാണ്. കുടിവെള്ളം അങ്ങനെ ശേഖരിക്കുമ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വലവെച്ച് മീനെ പിടിച്ചും ചുട്ടുനിന്നുമൊക്കെ ശേഷം ഓരോ പള്ളികളിലായി വിശ്രമവും ഉറക്കവും. അങ്ങനെ കയ്യിലെ ഭൂപടം വെച്ച് കുന്നുകളും മലകളും തെരുവുകളും കടലുകളും കാട്ടുപാതകളും ഒക്കെ താണ്ടി എത്തി നിൽക്കുന്നത് വഴി തീരുന്ന ഒരിടത്തും. മുന്നിൽ അരുവിയാണ്, അതിനപ്പുറം കൂടും കാടും. ദാറ്റ് മീൻസ് ഇനി വണ്ടിയുമായി മുന്നോട്ട് പോക്ക് നടക്കില്ല. ആ കാട് കാൽനടയെ തന്നെ താണ്ടണം.
അങ്ങനെ നിൽക്കെ ഇവിടെ വെച്ച് കുറച്ച് വൺ മൈൻഡ്സ് വീണ്ടും മാനുസോസിന് മുന്നിലേക്കെത്തി വാത്സല്യത്തോടെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ ശ്രമത്തെ. കാരണം മുന്നിലുള്ള ഡെരിയൻ ഗ്യാപ്പ് എന്ന ആ കൊടും വനത്തിലേക്ക് കടക്കുന്നത് വൻ അപകടമാണ്. കാലാവസ്ഥ പ്രതികൂലമാണ്, ചൂട് കൂടുതൽ, ശുദ്ധജലം കണ്ടെത്താൻ തന്നെ പ്രയാസം, പോരാത്തതിന് കൂടിയ വിഷമുള്ള പാമ്പുകളും ചിലന്തികളും പ്രാണികളും വിഹരിക്കുന്ന ഒരു കാടാണ് മുന്നിൽ. അതിനേക്കാളൊക്കെ ഏറെ ഡേഞ്ചർ നീണ്ട മുള്ളുകളുള്ള പനകൾ, ചുങ്കാ പാംസ്. ആ മുള്ളെങ്ങാനം കൊണ്ടാൽ അത് പഴുത്ത് ഇൻഫെക്റ്റഡായി നരകിച്ച് മരിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാവും. ഇത്രയൊക്കെ പറഞ്ഞു കേട്ടാൽ ആരായാലും രണ്ടാമൊന്ന് ആലോചിക്കും പോണോ വേണ്ടിയോ എന്ന്. പക്ഷേ മാനുസോസ് ആളുള്ളിൽ തിളച്ചു നിൽക്കുവാണ്. അയാളുടെ തീരുമാനത്തെ എതിർക്കാൻ അവർക്ക് പറ്റില്ലെന്ന് മാത്രമല്ല, ഇവരെല്ലാം മാനുസോസിന് വെറുപ്പാണ്. ഇടയ്ക്കൊരു വൺ മൈൻഡ്സ് പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാം നിങ്ങൾ കരോൾ സ്റ്റാർക്കയുടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ആ ഒരു പോസ്റ്റ് വന്നതിൻ്റെ പിറകെ മാനുസോസ് ഇറങ്ങിയതിലൂടെ ഇക്കാര്യം കണ്ടുപിടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആവശ്യമില്ലാതെ കാറിനപ്പം അത് ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വരാനും സേഫായി കാറിൽ അവിടേക്ക് എത്തിക്കാമെന്നും പറയുന്ന കേട്ട് മാനുസോസ് പറയുന്നൊരു കാര്യമുണ്ട്. അയാളെ ഉള്ളിൽ കിടന്ന ആ വികാരം. ഈ ഭൂമിയിലുള്ള ഒന്നും നിൻ്റെ ഒന്നും വകയല്ല, എല്ലാം നീയൊക്കെ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്, മോഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. നീ ഒക്കെയും ഈ ലോകത്തെ ഉണ്ടാവാൻ പാടില്ല എന്ന് ദേഷ്യം കടിച്ചു പിടിച്ച് പറഞ്ഞിട്ട് ചെയ്യുന്നതോ അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത ശേഷം ഡിക്കിലെ പെട്രോൾ ക്യാൻ എടുത്ത് കാറിൽ മൊത്തം ഒഴിച്ച് കത്തിക്കുന്നു. മാനുസോസിൻ്റെ വൺ മൈൻഡ്സിനോടുള്ള പ്രതിഷേധം, അതിലുപരി ഇത്രയും കാലം കൂടുണ്ടായിരുന്ന കമ്പാനിയനെ ഈ നാശങ്ങളുടെ കയ്യിലെത്തിക്കാതിരിക്കാനുള്ള ഒരു നശിപ്പിക്കൽ. അങ്ങനെ ആ കൊടൂര കാട്ടിലൂടെ കയറി ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ ഒരു പ്രോഗ്രസ് ഉണ്ട്. അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ പരക്കേക്കാൻ. എൻ്റെ പേര് മാനുസോസ്, മൈ നെയിം ഈസ് മാനുസോസ്. ഞാൻ വൺ മൈൻഡ്സിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല. എനിക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കണം. ഇങ്ങനെയൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് നടക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, കരോളിന് മുന്നിലെത്തി അവരുമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പക്ഷെ അതിനു മുന്നേ തന്നെ ഒരു മുട്ടൻ പണി കിട്ടുവാണ് മാനുസോസിന്. ദിവസങ്ങളെടുത്ത് കാട്ടിലൂടെ നടന്ന് രാത്രി ചുള്ളി കൂട്ടി കത്തിച്ചും വെട്ടി വഴി മുന്നോട്ട് പോയി എത്തി നിൽക്കുന്നത് ചുങ്കാ പാംസിൻ്റെ മുന്നിൽ. അങ്ങിങ്ങായി നിൽക്കുകയാണ് കൂർത്ത മുള്ളൻ പന്നിയുടെ പോലുള്ള മുള്ളുകളുമായി കുറേ പനകൾ. മെല്ലെ അതീവ ശ്രദ്ധയോടെ അതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കെ വഴിയിലൊരു കൊച്ചു കല്ല്, നല്ല ഉരുണ്ടൊരു കല്ലാണേ. നമ്മുടെ ആൾ അറിയാതെ അതിലൊന്ന് ചവിട്ടുവാണ്. ഇനിയിപ്പോൾ 2 ഓലക്കീറ് കൂടി എടുക്കുന്നതാണ് നല്ലത്. എന്നായാലും ധൈര്യം സംഭരിച്ച് വലിഞ്ഞു കയറുന്നുണ്ട് കക്ഷി. ആ വേനയുടെ കരച്ചിൽ പ്രദേശം മൊത്തം കേട്ട്. മൊത്തം ബാക്ടീരിയയുള്ള മുള്ളുകളാണത്. ഇൻഫെക്ഷൻ ആയില്ലെങ്കിൽ അതിശയമുള്ളൂ. മാനുസോസിന് ടെൻഷൻ കയറി ആ രാത്രി ചെയ്യുന്ന പരിപാടി ചുള്ളി കൂട്ടി തീ കത്തിച്ചിട്ട് അതിൽ വെട്ടുകത്തി വെച്ച് ചുട്ടുപഴിപ്പിച്ച് ഓരോ കൊണ്ടുകയറി മുറിയിലും വെച്ച് കരിക്കുന്നു. പ്രാണൻ പോകുന്ന വേനപ്പാവത്തിന് വീണ്ടും എന്തൊക്കെ സഹിക്കണം മാതാവ്. അധികം വൈകാതെ തന്നെ തീരെ അവശനായി നടന്ന് വീണ് പോകുന്ന അവസ്ഥ. മാനുസോസ് ചത്ത് എന്ന് പറയാൻ വരട്ടെ. അവിടേക്ക് ചിറകിട്ടടിച്ചുകൊണ്ടൊരു മാലാകീത്തുവാണ്, ഹെലികോപ്റ്റർ. സംഭവം വേറൊന്നുമല്ല, മുന്നേ കരോളിനെ ഈ വൺ മൈൻഡ്സ് എല്ലാം മിലിറ്ററി ഡ്രോൺ വെച്ച് നിരീക്ഷിക്കുന്നതായി കണ്ടില്ലേ? അതേപോലെ ആകാശത്തായി ഒരു ഡ്രോൺ ഡെരിയൻ ഗ്യാപ്പ് കാടിന് മുകളിലൂടെ പ്രവർത്തിച്ചു വരികയായിരുന്നു, മാനുസോസിൻ്റെ ഓരോ നീക്കങ്ങളും അറിയാനായിട്ട്. അവശനായി വീണതോടെ പിന്നൊട്ടും സമയം കളഞ്ഞില്ല. വൺ മൈൻഡ്സ് നേരെ ഹെലികോപ്റ്റർ എടുത്ത് വീണ് കിടക്കുന്ന സർവൈവറിന് അടുത്തേക്കും. അങ്ങനെ ഒടുവിൽ വെറുപ്പോടെ കാണുന്നവർ തന്നെ രക്ഷപ്പെടുത്തുന്ന കാഴ്ച. ആദ്യമായാണ് മാനുസോസിനെ വൺ മൈൻഡ്സ് പരിപാലിക്കുന്നത് എന്നത് മറ്റൊരു കാര്യം. എന്തായാലും മാനുസോസിന് ഈ ഇൻഫെക്ഷൻ വിട്ടുമാറാൻ സമയം കുറേ വേണം. അതുകൊണ്ട് നമ്മളൊരു വലിയ ടൈം ജമ്പിലേക്ക് കിടക്കുവാണ്. 48 ദിവസം കഴിഞ്ഞിരിക്കുന്നു ലോകത്ത് വൺ മൈൻഡ്സ് ഉണ്ടായിട്ട്. 1.5 മാസം പിന്നിടുമ്പോൾ നമ്മൾ മുമ്പ് 12-ാം ദിവസം കണ്ട ആളല്ല ഇപ്പോൾ കരോൾ സ്റ്റാർക്ക. സ്വല്പം കൂടിയനം ബാഡാസ് ആയിട്ടുണ്ട്. ഗോൾഫാണ് ഫേവറേറ്റ്. പക്ഷേ കളി ഇപ്പോൾ മൈതാനിയിലൊന്നുമല്ല, കൂറ്റൻ കെട്ടിടങ്ങൾക്ക് മുന്നിൽ. അതിലൊരു ത്രില്ലുണ്ട്. എന്താണെന്നോ? ഗ്ലാസ് ഇങ്ങനെ ചിൽക്കി പിളിച്ചിൽന്ന് പൊട്ടിത്തെറിക്കുന്ന കാണാൻ നല്ല രസമാണ്. എന്താ കരോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാരണം വേറെ ആലോചന ഒന്നും അവർക്കിപ്പിടില്ല. ആരുമില്ല, ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? വൺ മൈൻഡ്സ് ആരും മുന്നിൽ വരുന്നതുമില്ല. സർവൈവേഴ്സ് ആണെങ്കിൽ അതിനെക്കാട്ടിലും ഇഗ്നോർ ചെയ്തിട്ടേക്കുന്നു. ഒറ്റയ്ക്കൊന്നും ലോകത്തെ തിരികെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുമില്ല. തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന മൈൻഡ് സെറ്റാണ് കരോളിനിപ്പോൾ. ടിൻബിയറും കുടിച്ച് രാത്രി ഇപ്പോൾ പഴയതിനെക്കാട്ടി കൂടുതൽ ചൈനീസ് പടക്കം പൊട്ടിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ പുള്ളിക്കാരുടെ ഹോബി. എന്ത് രസം! സത്യം പറഞ്ഞാൽ ഇതൊന്നും ഒരു രസമല്ല, വിരസമാണ്. അവരുടെ മൊണോട്ടോണി. വിരസമെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വിരസം. ആ ഒരു മൈൻഡിലിരിക്കെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് പോലും തോന്നിപ്പോവാണ് കരോളിന്. തൻ്റെ മുന്നിലേക്ക് ചരിഞ്ഞു വീണ ഒരു കമ്മം കണ്ട് കണ്ണടച്ചിരുന്ന് നേരെ വന്ന് പൊട്ടുന്നെങ്കിൽ പൊട്ടട്ടെ എന്നൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ ഒരു മടുപ്പിലാണ്. എന്തായാലും ബ്ലാക്ക് സ്പോട്ട് അല്ലാത്തൊരു ഷെഡ് പിന്നിൽ നിന്ന് എരിയുമ്പോൾ അവിടെ കരോൾ ഒരു തീരുമാനം എടുക്കുകയാണ്. മതി, മടുത്തു ഈ ഒരു ഏകാന്തവാസം. അടുത്ത ദിവസം തന്നെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കടയിൽ നിന്ന് 10 ലിറ്ററിൻ്റെ ഒരു പെയിൻറ്റ് ബക്കറ്റും എടുത്ത് തിരിച്ച് വീടിൻ്റെ മുന്നിൽ വന്നിട്ട് റോഡിലായി ഒരു സന്ദേശം എഴുതുവാണ്. ദ്വീപിൽ ഒറ്റപ്പെട്ടവർ പ്ലെയിനിൽ വരുന്ന ആരെങ്കിലും കാണാൻ ഹെൽപ്പ് മീ എന്നെഴുതുന്ന പോലെ ഇവിടെ ഡ്രോൺ വെച്ച് വീക്ഷിക്കുന്ന വൺ മൈൻഡ്സ് കാണാനുള്ള ഒരു മെസ്സേജ്. അതും എഴുതിയിട്ട് അങ്ങേയറ്റം ബോർഡായി വീട്ടിൽ കുത്തിയിരിക്കെ ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കുവാണ്. നല്ല പരിചയമുള്ള കാറിൻ്റെ ശബ്ദം. പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു നല്ല നീല കാർ. ആൻഡ് ദേർ ഷീസ്. സോഷ നല്ല പൊളപ്പനായി തിരിക്കുകയാണ്.
ചിരി ഒട്ടും മായാതെ നോക്കി നിൽക്കുന്നത് കാണുന്ന കരോളിൻ്റെ പ്രതികരണം എന്തായിരിക്കും? ചീത്തവിളിയോ ആട്ടിത്തപ്പോ ഒന്നുമല്ല, നേരെ നടന്നു എന്ന് ഒരൊറ്റ കെട്ടിപ്പിടി. കരോൾ പിടിച്ചു വെച്ചിരുന്ന ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും ഇമോഷൻസ് എല്ലാം കയ്യിൽ നിന്ന് പോയി പൊട്ടിക്കരയുവാണ്. കാരണം ഈ 1.5 മാസം കരോളിൻ്റെ മനുഷ്യത്വം വിട്ട് കാടത്തത്തിലേക്ക് മാറിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേജായിരുന്നു. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി തുടങ്ങിയ അവസ്ഥ. റോഡിൽ എഴുതിയ ആ മെസ്സേജ് വേറൊന്നുമല്ല, മടങ്ങി വരൂ മക്കളെ. ഇത് കണ്ട് വൺ മൈൻസിന് മനസ്സിലായി കരോൾ ഒരു പാഠം പഠിച്ചുവെന്ന്. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ വൺ മൈൻസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സൊല്യൂഷൻ ചോദിച്ച് നിർബന്ധിപ്പിച്ചാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോവുക എന്നതിൻ്റെ ഒരു സാമ്പിൾ ഡോസ് മാത്രമായിരുന്നു ഇത്. അങ്ങനെ തിരികെ കമ്പാനിയനെ സോഷയെ വീണ്ടും ഒരേ മനസ്സോടെ കരോളിന് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ജസ്റ്റ് മാരീഡ് റോൾസ് റോയ്സിനടുത്തായി വന്നിട്ട് ആദ്യമായിട്ട് കല്യാണം കഴിച്ച സ്നേഹത്തോടെ പോലത്തെ കരോളിൻ്റെ ആ ഒരു കെട്ടിപ്പിടിയിൽ ഈ ആദ്യരാത്രി ഈ അദ്ദേഹത്തിൻ്റെ വാതിലടയ്ക്കുമ്പോൾ ഇതിപ്പോൾ എന്താ നടക്കുന്നത്? ലോകത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ തലപോഞ്ഞ് ചിന്തിച്ചിരുന്ന ഒരാളാണ് ഇപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്നത്. സോഷയുടെ റീഎൻട്രി ഒഴിച്ചാൽ എടുത്തു പറയത്തക്ക വലിയ സംഭവങ്ങൾ അരങ്ങേറിയ ഒരു എപ്പിസോഡ് അല്ലായിരുന്നു ഇതെങ്കിൽ കൂടി മാനസോസിൻ്റെ ഉറപ്പ് നമ്മൾ മനസ്സിലാക്കി. വൺ മൈൻസിന് മേലുള്ള കടുത്ത വിദ്വേഷം നമ്മൾ പല രംഗങ്ങളിലൂടെയും കണ്ടറിഞ്ഞപ്പോൾ സ്വന്തം ജീവൻ വരെ രക്ഷിച്ചെങ്കിലും എനിക്ക് തോന്നുന്നില്ല മാനസോസിന് ഒറ്റ മൈൻസിനോട് എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ് കോർണർ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ സോഷ്യയുമായി അടുത്തോടെ കരോളിനെ കാണാതെന്ന മാനസോസ് അവരൊരു വൺ മൈൻഡുമായി ഒരുമിച്ച് നിൽക്കുന്ന കണ്ടിട്ട് ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും തോണി ഇപ്പോഴൊന്നും കരക്കടിക്കാൻ പോണില്ലെന്ന് കാട്ടുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇത്. നിങ്ങൾ കണ്ടെത്തിയ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാത്തിരുന്ന് കാണാം ലവ്ലീസ്.